ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. സഹോദരങ്ങളെ, ദൈവം തന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന നന്മകളെക്കുറിച്ച് പറയുന്ന ചില ബൈബിൾ വചനങ്ങൾ നമുക്ക് ചിന്തിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 64-ാം അധ്യായം 4-ാം വാക്യം കേൾക്കൂ. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. അതായത് നാം ഇതുവരെ കേൾക്കാത്തതും കാണാത്തതും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത്. നാം എന്ന് വെച്ചാൽ ആരാണ്? ദൈവത്തെ സ്നേഹിച്ച് ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തെ കാത്തിരിക്കുന്നവരാണ്. ഈ വാക്യം തന്നെ അപ്പസ്തോലനായ പൗലോസ് 1 കൊരിന്ത്യർ 2:9 പറയുന്നുണ്ട്. ശ്രദ്ധിക്കൂ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർ ആരാണെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. വെറുതെ അങ്ങ് നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. കേൾക്കൂ, യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. കൽപ്പനകൾ പ്രമാണിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ദൈവം ഇത്തരത്തിലുള്ള നന്മ ഒരുക്കിയിരിക്കുന്നത്. ദാവീദ് ആത്മാവിൽ പ്രേരിതനായി എഴുതിയ സങ്കീർത്തന ഭാഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 31:19. അങ്ങയുടെ ഭക്തന്മാർക്ക് വേണ്ടി അവിടുന്ന് സംഗ്രഹിച്ചതും അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രർ കാണുകെ അവിടുന്ന് പ്രവർത്തിച്ചതുമായ അങ്ങയുടെ നന്മ എത്ര വലിയതാകുന്നു. ദൈവത്തിൻ്റെ നന്മ അവിടുത്തെ ഭക്തന്മാർക്കായും ആശ്രയിക്കുന്നവർക്കുമായി നീക്കിവെച്ചിരിക്കുന്നു. ശരിയാണ്. സ്വന്തം പുത്രനോട് തുല്യരാക്കാൻ നമ്മെ തിരഞ്ഞെടുത്ത് യേശുവിനെ പോലെ ദൈവത്തിൻ്റെ മകനും മകളും ആയി. ഏകജാതനായ യേശു ആദ്യജാതനായി. റോമർ 8:29 കേൾക്കൂ. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഇത് കൃപയുടെ ഉടമ്പടിയാണ്. ഈ ഉടമ്പടി വഴിയുണ്ടാകുന്ന നന്മകളാണ് നാം കേൾക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾ കണക്കാക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ആവശ്യമുള്ളതെല്ലാം യേശുവിൽ സംഭരിച്ചിരിക്കുന്നു. നമ്മുടെ പാപങ്ങളുടെ ക്ഷമ, യേശുവിൻ്റെ യാഗത്തിലുള്ള വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം, നിത്യമായ ഒരു ജീവിതം, യേശുവിൻ്റെ രക്തത്തിലൂടെയുള്ള വിശുദ്ധീകരണം, യേശുവിലുള്ള സംരക്ഷണം, യേശുവിൻ്റെ ദിനംതോറുമുള്ള മധ്യസ്ഥത, അങ്ങനെ നാം പോകുന്ന ജീവിതയാത്രയ്ക്ക് ആവശ്യമുള്ളതെല്ലാം സംഗ്രഹിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നമുക്ക് ദിവ്യശക്തിയുടെ സമൃദ്ധി ലഭിക്കുന്നു. ആ സമൃദ്ധിയുടെ അളവ് നോക്കുമ്പോൾ നമുക്കും സങ്കീർത്തനക്കാരനോടൊപ്പം ഇങ്ങനെ പറയാം. അങ്ങയുടെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന നന്മ എത്ര വലുതാണ്. എല്ലാ മികച്ച കാര്യങ്ങളിലും ദൈവജനത്തിന് പങ്കുണ്ട്. അവ നമുക്ക് ഭാഷയിൽ ചിത്രീകരിക്കാനാവില്ല. അവയെല്ലാം വളരെ സമ്പന്നവും വാക്കുകൾക്കപ്പുറവുമാണ്. സങ്കീർത്തനം 31:19 ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം മനുഷ്യപുത്രന്മാർ കാണുകയും പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. നമുക്ക് വേണ്ടി നിരവധി അത്ഭുതങ്ങൾ യേശു മനുഷ്യപുത്രന്മാരുടെ മുന്നിൽ എന്ന് വെച്ചാൽ സകല ജനത്തിൻ്റെയും മുന്നിൽ വെച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമാകത്തക്ക വിധത്തിൽ ദൈവനാമ മഹത്വത്തിനായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് നമുക്ക് തരും. അത് കണ്ടെത്തി നാം അതിന് നന്ദിയുള്ളവരായിരിക്കണം, സാക്ഷികളാകണം. യോഹന്നാൻ 14:2-3 എൻ്റെ പിതാവിൻ്റെ പക്കൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്നും ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കാൻ പോകുന്നുവെന്നും സ്ഥലം ഒരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നും പറയുന്നു. കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടുമില്ലാത്ത ആ ഇടത്തിനായി നമുക്ക് ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ, പ്രത്യാശയോടെ കാത്തിരിക്കാം. സഹോദരങ്ങളെ, ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.